Everybody, good evening. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. ഓക്കെ, അപ്പോ യെസ്, കേൾക്കുന്നുണ്ട്. നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ശരിയല്ലേ? അതെ, ഓക്കെ. നമ്മൾ ഈ ഇഫ് ക്ലോസ് ഒക്കെ എടുത്തായിരുന്നോ? ടോപ്പിക് കിട്ടിയായിരുന്നോ ഇഫ് ക്ലോസിന്റെ? നോ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് അത് തന്നെ ആവാം. ഓക്കെ, സൗമ്യ എം റേസ്ഡ് ഹാൻഡ്. എന്താ സൗമ്യ, അറിയാതെ കൈ ഉയർത്തിയതാണോ അതോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സർ, ഡൗട്ട് ഒന്നുമില്ല. ഇപ്പൊ ജോയിൻ ചെയ്തപ്പോ ഹാൻഡ് റൈസ് ചെയ്ത്. അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്നത്തെ ടോപ്പിക് ഇഫ് ക്ലോസ് ആണ്. എല്ലാവർക്കും അത് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് ഇഫ് ക്ലോസ് എന്നും എന്താണ് അതിലെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പോ ഒരു സെന്റൻസിൽ രണ്ട് ക്ലോസുകൾ കാണും. ഓക്കെ, ഒരു സെന്റൻസിൽ രണ്ട് ക്ലോസുകൾ കാണും. ഒന്ന് മെയിൻ ക്ലോസും ഒന്ന് സബോർഡിനേറ്റ് ക്ലോസും. ഓക്കെ, അപ്പോ ഇതിന്റെ മൂന്ന് കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഇതിന് മൂന്ന് കണ്ടീഷൻസ് ആണുള്ളത്. ഇഫ് ക്ലോസിന് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോ പറയത്തില്ലേ, നന്നായിട്ട് പഠിച്ചാൽ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഓക്കെ, യു വിൽ പാസ്. അപ്പൊ അതൊരു കണ്ടീഷനാണ്. സ്റ്റഡി വെർബിന്റെ ഫസ്റ്റ് ഫോം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വിൽ പാസ് എന്നുള്ളത് മെയിൻ ക്ലോസ് ആണ്. യു വിൽ പാസ് എന്ന് പറയുമ്പോൾ അത് മെയിൻ ക്ലോസും ഇത് സബോർഡിനേറ്റ് ക്ലോസും. ഓക്കെ, മോഡൽ ഓക്സിലറീസ് വരുന്നതാണ് മെയിൻ ക്ലോസ്. അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് യു സ്റ്റഡീഡ് വെൽ. സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ യു വില്ലിൻ്റെത് എന്തായിട്ട് മാറും, യു വുഡ് പാസ്. യു വുഡ് പാസ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, മൂന്നാമത്തെ കണ്ടീഷൻ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ്. യു വുഡ് ഹാവ് പാസ്ഡ്. യു വുഡ് ഹാവ് പാസ്ഡ് എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഒരു മാർക്കിന് എക്സാമിന് ചോദിക്കുന്നത്. അതായത് സ്റ്റഡി എന്ന് പറയുമ്പോൾ വെർബിന്റെ ഫസ്റ്റ് ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്നത് വിൽ, മോഡൽ ഓക്സിലറീസിലെ വില്ലോ, ഷാൽ ഓർ ക്യാൻ ഓർ മേ, പിന്നെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, പ്ലസ് V1. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ, ഇതപ്പോ ഒന്നാമത്തത്. രണ്ടാമത്തത് സ്റ്റഡീഡ് വെർബിന്റെ സെക്കൻഡ് ഫോം വന്നു കഴിഞ്ഞാൽ, V2 ഫോം വന്നു കഴിഞ്ഞാൽ വിൽ എങ്ങോട്ട് മാറും? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 തന്നെ, വുഡ് പാസ്. സ്റ്റഡീഡ് വന്നപ്പോൾ വുഡ് പാസ്. ആൻഡ് ദ തേർഡ് റൂൾ ഈസ് ഹാഡ് പ്ലസ് സ്റ്റഡീഡ് വന്നു, അത് V3 ഫോം ആണ്. അപ്പൊ V1 ഫോം, V2 ഫോം, V3 ഫോം. അവിടെയും വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. അപ്പൊ ഇതാണ് അവിടുത്തെ ചേഞ്ച്. ഇതാ നോക്കിയേ, ഹാഡ് സ്റ്റഡീഡ് വന്നതുകൊണ്ട് അവിടെ വുഡ് ഹാവ് പാസ്ഡ് എന്ന് വന്നു. ഹാവിന് അല്ലെങ്കിൽ ഹാസ്, ഹാഡിന് ശേഷം വെർബിന്റെ തേർഡ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ബേസിക് സ്റ്റെപ്സ് ആണ്.
ഇത് ഇത്രയും നമുക്ക് പഠിച്ചു വെച്ചാൽ നമുക്ക് 1 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്കൊരു പ്രീവിയസ് ഇയർ ചോദ്യത്തിൽ നിന്നും പഠിക്കാം. ഓക്കെ, ആ നിയമം എല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണോ? ക്ലിയർ ആണ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഇത് ഇത്രയും ക്ലിയർ ആണ്. സ്റ്റഡീഡ് വെർബിന്റെ ഫസ്റ്റ് ഫോം വന്നു കഴിഞ്ഞാൽ വിൽ ഓർ ഷാൽ പ്ലസ് ക്യാൻ പ്ലസ് മേ പ്ലസ് V1. സ്റ്റഡീഡ് വന്നതുകൊണ്ട് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1. ഹാഡ് സ്റ്റഡീഡ് വന്നതുകൊണ്ട് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. പിന്നെ അത് എക്സാമ്പിൾസ് ആയിരുന്നു. നന്നായി പഠിച്ചാൽ യു വിൽ പാസ്, യു വുഡ് പാസ് എവിടെ വരുന്നു, ആൻഡ് വുഡ് ഹാഡ് പാസ് എവിടെ വരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ ഒരു ബേസിക് സംഗതി എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും എഴുതി വെച്ചിരിക്കണം. ഓക്കെ, നിങ്ങളുടെ നോട്ടിൽ ഈ ഒരു പോയിന്റ് ഷുവറായിട്ടും എഴുതി വെച്ചിരിക്കുക. ഇഫ് ക്ലോസ് എന്ന് എഴുതുക. ഇഫ് ക്ലോസ് അതിലെ എന്താണ് 3 കണ്ടീഷൻസ്. ഫസ്റ്റ് കണ്ടീഷൻ, ഓക്കെ, അതിനെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയാം. അതായിരുന്നു വെർബിന്റെ ഫസ്റ്റ് ഫോം വന്നു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്നത് വിൽ പ്ലസ് V1. സെക്കൻഡ് കണ്ടീഷൻ, ദാറ്റ് ഈസ് വെർബിന്റെ സെക്കൻഡ് ഫോം വന്നു കഴിഞ്ഞാൽ ഈ വില്ലിന്റെ വുഡ് പ്ലസ് V1. ആൻഡ് തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ, അല്ലേ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, വുഡും വേണം ഹാവും വേണം പ്ലസ് V3. അപ്പോൾ ഓർക്കുക, ഹാഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹാവ് പ്ലസ് V3. ഇവിടെയും V3, ഇവിടെയും V3 ഫോം മാറുന്നില്ല. പ്ലസ് പുതിയതായിട്ട് വരുന്നത് വുഡും കൂടെ ചേർന്ന് വരുന്നു. ഇതാണ് 3 കണ്ടീഷൻസ്. ടോട്ടൽ 4 കണ്ടീഷൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആ തേർഡ് കണ്ടീഷൻ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ ഒക്കെ നിങ്ങൾ ക്ലിയർ ആണെന്ന് പറഞ്ഞു. ഫോർത്ത് കണ്ടീഷനും കൂടെ അങ്ങ് ഞാൻ പറയാം, അല്ലേ, അല്ലാതെ ഞാൻ അത് വെച്ചിട്ട് എന്താ ചെയ്യാ. ഫോർത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് അതിനെ 0 കണ്ടീഷൻസ് എന്നും പറയാറുണ്ട്. ഫോർത്ത് കണ്ടീഷൻ അല്ല, 0 കണ്ടീഷൻ. അതായത് നമ്മൾ ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, യൂണിവേഴ്സൽ ട്രൂത്തുമായി ബന്ധപ്പെട്ട പ്രപഞ്ച സത്യങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ V1 ഫോം വന്നു കഴിഞ്ഞാൽ V1 തന്നെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയത്തില്ലേ, വാട്ടർ ബോയിൽസ്, ഇഫ് വി ഹീറ്റ് വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ബോയിൽസ് എന്ന് മതി. എന്തായിരുന്നു, ഇഫ് വി ഹീറ്റ് വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ബോയിൽസ്. വിൽ ബോയിൽസ് എന്നൊന്നും വേണ്ട, വിൽ ബോയിൽ എന്നൊന്നും വേണ്ട, അല്ലേ. നമ്മൾ ഹീറ്റ് ചെയ്താൽ ഇവിടെ V1 വന്നു 100 ഡിഗ്രി സെൽഷ്യസിൽ, ഇവിടെയും V1 വന്നു. കാരണം എന്താ, അതൊരു യൂണിവേഴ്സൽ, അതിനെ 0 കണ്ടീഷൻസ് എന്നാ പറയുന്നത്. അവിടെ പിന്നെ വില്ലോ വുഡോ കുഡോ വുഡ് ഹാവോ ഒന്നും എടുക്കത്തില്ല. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. 4 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് 0 കണ്ടീഷൻ, പ്രപഞ്ച സത്യങ്ങൾ പറയുന്ന വേളയിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യാറില്ല. ഓക്കെ, ക്ലിയർ? ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ഓക്കെ, ലെറ്റ് us go to the questions. Question number 1. She would buy a pony if dash enough money. ആൻസർ ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, അങ്ങനെ എഴുതിയാൽ മതി. ഓപ്ഷൻ എ, ബി, സി, ഡി. ക്വസ്റ്റ്യൻ നമ്പറും ടൈപ്പ് ചെയ്യണേ. ക്വസ്റ്റ്യൻ തിരിച്ചാണ് തന്നിരിക്കുന്നത്. സാധാരണ ഇഫ് കഴിഞ്ഞിട്ട് എന്ത് വരണം എന്നുള്ളത് തീരുമാനിക്കുന്ന വുഡ് ഇവിടെ വന്നിരിക്കുന്നു. വുഡ് ബൈ, ഇത് ഏത് നിയമമായിരുന്നു, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് ടഫായിരുന്നു. തിരിച്ചാ ചോദിച്ചു കളഞ്ഞ, അല്ലെ. പെട്ടെന്ന് നമ്മളിപ്പോ പിച്ച വെച്ച് നടക്കുന്നതേ ഉള്ളൂ ഇഫ് ക്ലോസിൽ. 8ന്റെ പണി കിട്ടിയല്ലോ. ഓക്കെ, ഒരാൾ ആൻസർ ചെയ്തിട്ടുണ്ട്. വീണയാണ് ആൻസർ ചെയ്തിരിക്കുന്നത്.
വീണയുടെ ആൻസർ ശരി ഉത്തരമാണ്. യെസ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി എന്തായിരുന്നു? ഇഫ് ഷീ ഹാഡ് ഇനഫ് മണി. ഓക്കെ, നമുക്ക് ഇങ്ങനെ തന്നിട്ട് ഷീ ഡാഷ് ആൻ എസ്റ്റേറ്റ്, നമ്മളിപ്പോ ഇതുവരെ ഇങ്ങനെയാ പഠിച്ചത്. ഇവിടെ ഓക്കെ, വുഡ് ബൈ, ഇത് തന്നിരിക്കുന്ന ഇത് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്കറിയാം. പക്ഷെ ഇവിടെ ഷീ ഹാഡ് വന്നു. നമ്മുടെ മനസ്സിൽ ഈ ഹാഡ് എന്ന് പറയുന്നത് എന്താ? ഹാഡ് പ്ലസ് നമ്മൾ പഠിച്ചതാ V3 വന്നു കഴിഞ്ഞാൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ്. ഇത് നമുക്കറിയാം. പക്ഷെ വെറും ഹാഡോ, ഓർത്ത് വെക്കുക, വെറും വേറോ വന്നു കഴിഞ്ഞാൽ അത് V2 ഫോം ആണ്. അവയോടെ ചേർക്കേണ്ടത് വുഡ് പ്ലസ് V1 ആണ്. അപ്പോ ഒരു പ്രധാന പോയിന്റ് നമ്മൾ പഠിച്ചിരിക്കുകയാണ് ആദ്യം തന്നെ. മനസ്സിലായോ? ഒരു വെറും ഹാഡ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ വന്നു കഴിഞ്ഞാൽ V2 ആയിട്ട് കരുതുകയും വുഡ് പ്ലസ് V3 ഉപയോഗിക്കുന്നു. ഒന്ന് തന്നു നോക്കാം, ഒരു എക്സാമ്പിൾ തന്നു നോക്കാം. ഇഫ് ഐ വേർ എ ബേർഡ്, ഐ ഡാഷ്. ഓപ്ഷൻ വിൽ ഫ്ലൈ, വുഡ് ഫ്ലൈ, വുഡ് ഹാവ് ഫ്ലോർ. ഏതായിരിക്കും ശരി ഉത്തരം? മൂന്ന് ഓപ്ഷൻസേ ഉള്ളൂ, എ ബി സി. യെസ്, വീണ പിന്നെയും ആൻസർ ചെയ്തിരിക്കുന്നു. ഓക്കെ, പ്രീത, മണികണ്ഠൻ ആൻസർ ചെയ്തിരിക്കുന്നു. ഗുഡ്. ജയലക്ഷ്മി ആൻസർ ചെയ്തിരിക്കുന്നു. ശരി ഉത്തരവാണ്. 3 പേര് ആൻസർ ചെയ്തു. ശരി ഉത്തരവാണ്. എന്താ? വേറെന്ന് പറയുന്നത് V2 ആയതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്, വുഡ് പ്ലസ്, അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വുഡ് ഫ്ലൈ ഓർമ്മിച്ചാൽ മതി. ഇപ്പൊ വുഡ് ബൈ കിടക്കുന്നു. അപ്പൊ ഇവിടെ V2 വേണ്ടേ? V2, ഇത് ഷീ ഹാസ് V2 അല്ല, ഷീ ഡിഡ് V2 ആണ്. പക്ഷേ ഷീ ഡിഡ് ഇനഫ് മണി എന്ന് പറയത്തില്ല. അപ്പൊ ഏതാ കറക്റ്റ്? ഷീ ഹാഡ് ഇനഫ് മണി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞേ. ഇഫ് ദേ സ്റ്റാർട്ടഡ് ഏർലി, they will reach in time, they would reach in time, they would have reached, അതോ they would have been reached in time ആണ്? ആലോചിച്ച് എഴുതിയേ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നിട്ടാ മതി ക്വസ്റ്റ്യൻ നമ്പരും. ഇനിയൊക്കെ ഈ സ്റ്റേറ്റ്മെന്റ് മോഡലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പ്രീതയാണ് ആൻസർ ആദ്യം ചെയ്തിരിക്കുന്നത്. ഗുഡ്. ഓക്കെ, വീണയും ആൻസർ ചെയ്തു. ഓക്കെ, അർജുൻ ആൻസർ, അരുൺ വിജയൻ ആൻസർ ചെയ്തു. ഓക്കെ, ഗുഡ്. ഓക്കെ, 3 പേര് ആൻസർ ചെയ്ത സ്ഥിതിക്ക് ഞാൻ ആൻസർ ഏതാണെന്ന് പറയാം. ഓപ്ഷൻ ബി തന്നെയാണ്, അല്ലേ? ഇവിടെ സ്റ്റാർട്ടഡ് എന്നുണ്ട്, V2 ഫോം ഉണ്ട്. പെട്ടെന്ന് അവിടെ തന്നെ പഠിച്ചു വെക്കുക. വുഡ് പ്ലസ് V1 വരുന്നതാണ്. ഇവിടെ വില്ലാണ്, ഇതല്ല. വുഡ് ഹാവ് ബീൻ, അതിന്റെ ആവശ്യമില്ല. വുഡ് പ്ലസ് V1, സിമ്പിൾ. ഓക്കെ, അതും ക്ലിയർ ആയെങ്കിൽ മൂന്നാമത്തെ ചോദ്യം ഒന്ന് എഴുതിയേ. ഇഫ് യു ഡാഷ് മീ, ഐ വുഡ് കം വിത്ത് യു. കോളിംഗ് എന്തായാലും വരത്തില്ല, കോൾസ് വരത്തില്ല. കോൾ അല്ലെങ്കിൽ കോൾഡ്, ABCD. വെരി ഗുഡ്. ഓക്കെയാണ്. പ്രീതയാണ് ആദ്യത്തെ ആൻസർ. ഓക്കെ, ജയലക്ഷ്മി തൊട്ട് പിന്നിലുണ്ടായിരുന്നു. കാരണം ഇവിടെ V2 വരണം. V2 വരുമ്പോഴാണല്ലോ ഇവിടെ വുഡ് കം വരുന്നത്. യെസ്, ചിത്ര ആൻസർ ശരിയാണ്. കോൾഡ് തന്നെയാണ്, അല്ലേ? ഇഫ് യു കോൾഡ് മീ, ഐ വുഡ് കം. ഓക്കെ, ഗുഡ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തേ. ഇഫ് യു ഹാഡ് കം, ഐ ഡാഷ് ഫോർ യു. ഇഫ് യു ഹാഡ് കം, ഹാഡ് പ്ലസ് V3 തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. എങ്കിൽ
എന്ത് വരണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരണം. വുഡ് ഹാവ് അല്ലേ, വുഡ് ഹാവ്. യെസ്, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. വെയിറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യൻ പഠിച്ചപ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ശരി, ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിളുമായി ബന്ധപ്പെട്ടതാണ് 5-മത്തത്. ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ്. ആൻസർ കമന്റ് ചെയ്ത് നോക്കിയേ. ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ്. ഓപ്ഷൻ എ, ബി, സി, ഡി. എല്ലാം V1. യെസ്, ഓപ്ഷൻ എ ആണ്. ആദ്യം തന്നെ ജയലക്ഷ്മിയും വീണയും ആൻസർ കമന്റ് ചെയ്തു. യു വിൽ സക്സീഡ്. എല്ലാവരും ഓക്കെ ആൻസർ പറഞ്ഞു. ഓപ്ഷൻ എ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അടുത്ത ചോദ്യം. ഡാഷ് ഐ വുഡ് ഹാവ് ബോട്ട് എ ഫെറാറി. ചെറിയ സ്വപ്നമൊന്നും അല്ല അല്ലേ. എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബോട്ട്. ഇവനെ അവിടെ സൈഡിൽ എഴുതണമെങ്കിൽ ഫ്രണ്ടിൽ ആരുണ്ടായിരിക്കണം? ഹാഡ് ഇനഫ് മണിയാണോ, അതോ ഹാഡ് ഇനഫ് മണിയാണോ, അതോ ഐ വുഡ് ഹാവ് ഇനഫ് മണിയാണോ, അതോ ഐ വുഡ് ഹാഡ് ഇനഫ് മണിയാണോ? എന്തായാലും അവസാനത്തെ ഓപ്ഷൻ അല്ല. എ അല്ലെങ്കിൽ ബി. ചിത്ര, അത് തെറ്റിപ്പോയി. അതായത് നമുക്ക് ഹാഡ് പ്ലസ് എന്ത് വരണം? V3 വരണം. ഇവിടെ ഹാഡ് ഒന്നേ ഉള്ളൂ. അതുപോലെ ഹാഡ് ആണ് V3 ഫോം. ഹാഡും ഉണ്ട്. ഹാഡ് പ്ലസ് ഈ ഹാഡ് എന്ന് പറയുന്ന V3 ഫോം ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം അല്ലേ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഇഫ് ക്ലോസിലുണ്ട്, അത് മനസ്സിലാക്കി പോണം. ചിത്രയ്ക്ക് അത് മനസ്സിലായോ? ഹാഡിന്റെ പ്രയോഗം? യെസ്, ഓക്കെ, ഗുഡ്. എങ്കിൽ അടുത്ത 7-മത്തെ ചോദ്യം ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. യു വിൽ ഗെറ്റ് ഹൈ മാർക്സ് ഡാഷ് കോമ ഡാഷ്. യു വിൽ ഗെറ്റ് ഹൈ മാർക്സ് ഡാഷ്. എപ്പോ ഹൈ മാർക്സ് കിട്ടുന്നത്? വർക്ക്ഡ് ഹാർഡ് ആണോ അതോ വർക്ക് ഹാർഡ് ആണോ? യെസ്, വീണ പൂർവാധികം ശക്തിയോടെ 1-മത് ഉത്തരം ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. യെസ്, പ്രീതിയുണ്ട്. പ്രീതി മണികണ്ഠൻ മിസ്സായി. ഓക്കെ, യെസ്, ഓപ്ഷൻ ഡി തന്നെ അല്ലേ. ഇഫ് യു വർക്ക് ഹാർഡ് വരുമ്പോഴാണ് അല്ലേ വിൽ ഗെറ്റ്. ഇത് തിരിച്ച് ചോദിച്ചതാ. പല ആൾക്കാർക്കും അത് ഇങ്ങനെ കൺഫ്യൂഷൻ. അയ്യോ, അപ്പുറത്ത് ഇപ്പുറത്ത്. യെസ്, സിംഗിൾ ആയിട്ട് നിങ്ങൾ അടിച്ചു. 8-മത്തെ ചോദ്യം നമ്മൾ എവിടെയോ ഡിസ്കസ് ചെയ്തതുപോലെ തോന്നുന്നു. ഒന്ന് ആൻസർ കണ്ടുപിടിച്ചേ. ഇഫ് ഐ വെയർ എ ബേർഡ് ഡാഷ്. ഇഫ് ഐ വെയർ എ ബേർഡ് ഡാഷ്. യെസ്, ഗുഡ്. ഐ വുഡ് ഫ്ലൈ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതല്ലേ. ഐ വുഡ് ഫ്ലൈ. ഓക്കെ, ശരി ഉത്തരവാണ്. എല്ലാവരും ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഗുഡ്. ഓക്കെ, ഇഫ് ദ കമ്പ്യൂട്ടർ ഡാഷ് ഓൺ he would send emails. Option A, B, C, D. കമ്പ്യൂട്ടർ ഓൺ ആയിരുന്നെങ്കിൽ ഐ വുഡ് സെൻഡ് V2 ഫോം വേണം. അവിടെ ഏതാണ് V2? യെസ്, വീണ ആദ്യത്തെ ആൻസർ ടൈപ്പ് ചെയ്തു. ശരി ഉത്തരവാണ്. ഇഫ് ദ കമ്പ്യൂട്ടർ. ഓക്കെ, ചിത്ര ആൻസർ ശരിയാണ്. ഓക്കെ, ജയലക്ഷ്മി ശരി ഉത്തരം. ഇഫ് ദ കമ്പ്യൂട്ടർ വാസ് ഓൺ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. യെസ്, ഓക്കെ. ഹി വുഡ് സെൻഡ് ഇമെയിൽസ്. ഓക്കെ, 10-മത്തെ ചോദ്യം. ഇഫ് യു ഡ്രോ ഫാസ്റ്റ് യു ഡാഷ് ദെയർ ഇൻ ടൈം. ഡ്രൈവിന്റെ V2 ഫോം ആണ് ഡ്രോവ്. എങ്കിൽ സമയത്തിന് അവിടെ എത്തും. ഏതാ? വിൽ റീച്ച് ആണോ, വുഡ് റീച്ച് ആണോ, വുഡ് ഹാവ് റീച്ച്ഡ് ആണോ, അതോ റീച്ച്ഡ് അല്ല? എന്തായാലും റീച്ച്ഡ് അല്ല. ഓക്കെ, ചിത്രയാണ് ഇപ്പൊ ആദ്യത്തെ ആൻസർ അടിച്ചത്. ഓക്കെ, പ്രീതി. ഓക്കെ, പിന്നെയും പ്രീതി. 2 പ്രീതിമാരും തൊട്ട് ബാക്കിൽ ഉണ്ടായിരുന്നു. ഓപ്ഷൻ ബി അല്ലേ. ഇഫ് യു ഡ്രോ ഫാസ്റ്റ് യു വുഡ് റീച്ച് ദെയർ ഇൻ ടൈം. ഓക്കെ,
11ാമത്തെ ചോദ്യം. ഇഫ് യു ഡാഷ് അപ്പ് ഏർലി യു സീ ദ സൺറൈസ്. ഇഫ് യു ഡാഷ് അപ്പ് ഏർലി യു സീ ദ സൺറൈസ്. ഓക്കെ. സംഗതി എന്തുവാ? V1. യെസ്, ഇത് സീ ദ സൺറൈസ്, ഇതൊരു പ്രപഞ്ച സത്യമാണ് അല്ലേ? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇഫ് യു വേക്ക് അപ്പ് ഏർലി യു സീ ദ സൺറൈസ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ആൻസർ ടപ്പടപ്പേന അടിച്ചു. ഇഫ് യു ഇൻവൈറ്റഡ് മീ ഐ ഡാഷ്. ഇഫ് യു ഇൻവൈറ്റഡ് മീ ഐ ഡാഷ്. എനിക്ക് എന്ത് സംഭവിച്ചേനെ? ഇഫ് യു ഇൻവൈറ്റഡ് മീ, ഞാൻ വന്നേനെ. ഇൻവൈറ്റഡ് V2 ഫോം. ഓക്കെ, ചിത്രയാണ് ആദ്യത്തെ ആൻസർ അടിച്ചത്. ഓക്കെ, പ്രീത. ഓക്കെ, പ്രീതി, ജയലക്ഷ്മി. ശരി ഉത്തരം വുഡ് കം. എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ അല്ലേ? ഓക്കെ, ഗുഡ്. ഉയ്യോ, പിക്ക് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഓപ്ഷൻ. ഈ 3 എക്സാമ്പിൾ അല്ലേ നമ്മൾ പഠിച്ചത്? അപ്പൊ ഇനി നിങ്ങൾ പെട്ടെന്ന് ഒന്ന് കണ്ടുപിടിച്ചേ. ഓപ്ഷൻ എ, ബി, സി, ഡി. എന്തോ തെറ്റുണ്ട്, എറർ ഉണ്ട് ഏതോ ഒരു ഓപ്ഷനിൽ. ഓപ്ഷൻ എയിലാണോ തെറ്റ്, ഓപ്ഷൻ ബിയിലാണോ? വായിക്കുക, കണ്ടുപിടിക്കുക. എന്തായാലും തെറ്റ് കാണും. അതുകൊണ്ടാണല്ലോ നോ എറർ ഇല്ലാത്തത്. ഇഫ് യു സ്റ്റഡി വെൽ യു വുഡ് പാസ്. ഓക്കെ, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. സ്റ്റഡീഡ് വെൽ, വുഡ് പാസ്, ഹാഡ് സ്റ്റഡീഡ്. ചിത്രയുടെ ആൻസർ ഓക്കെ ആണ്. ഓക്കെ, യെസ്, ശരിയാണ്. എല്ലാവർക്കും സംഭവം പിടികിട്ടി. കാരണം ബാക്കി ബി സി ഡിക്കൊന്നും തെറ്റില്ല. ഇവിടെ സ്റ്റഡി വന്നു, വിൽ പാസ്. സ്റ്റഡീഡ് വന്നു, വുഡ് പാസ്. ഹാഡ് സ്റ്റഡീഡ് വന്നു, ഹാഡ് സ്റ്റഡീഡ് വന്നു. അപ്പൊ 2 ഓപ്ഷൻ തെറ്റില്ലേ? എയും ബി, അവസാനത്തെ ഓപ്ഷനിലും തെറ്റുണ്ടല്ലോ. വുഡ് ഹാവ് പാസ്ഡ് എന്ന് വേണ്ടേ കുഞ്ഞുങ്ങളെ? 2 ഓപ്ഷൻ തെറ്റില്ലേ? എ ആൻഡ് ഡി, ബി, സി. ഞാൻ അങ്ങനെ തരേണ്ടതായിരുന്നു അല്ലേ? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി, നോ എറർ. അങ്ങനെ തരേണ്ടതായിരുന്നു. ഇതില് നോക്കിയേ, അവസാനത്തെ ഓപ്ഷൻ വുഡ് ഹാവ് പാസ്ഡ് വരണം. ഇത് പാസ് എന്നേ ഉള്ളൂ. അപ്പൊ ഇതും തെറ്റ്, ഇതും തെറ്റ്. ഇഫ് യു സ്റ്റഡി വെൽ വുഡ് പാസും തെറ്റ്. 2 ഓപ്ഷൻസ് തെറ്റ്. ക്ലിയർ ആയോ? ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? 2 തെറ്റുകളുണ്ട്. നിങ്ങൾ ആദ്യത്തെ തെറ്റ് കണ്ടുപിടിച്ചു, പക്ഷെ ഒരു തെറ്റും കൂടെ ഉണ്ടായിരുന്നു. ചില ഓപ്ഷനിൽ അങ്ങനെ കാണത്തില്ലേ? 2 ഇത് വരും കേട്ടോ. സർ, ഹാവ് അല്ലേ വന്നിരിക്കുന്നത്? ഇഫ് യു ഹാവ് സ്റ്റഡീഡ് അല്ലേ? ഹാഡ് വന്നാലല്ലേ? ഹാഡ് വന്നാലാണ് വുഡ് പ്ലസ് V3 വരുള്ളൂ. അപ്പോ ഹാവ് സ്റ്റഡീഡ് വന്നാൽ എന്ത് വരുമായിരുന്നു? പറയൂ. ആ സെന്റൻസ് കംപ്ലീറ്റ് തെറ്റല്ലേ? അങ്ങനെ പറയുമ്പോഴേ ഇവിടെ ഹാഡ് കുട്ടി പറഞ്ഞത് ശരിയാണ്. ഹാഡും വരണമായിരുന്നു, എന്നാൽ മാത്രമേ വുഡ് ഹാവ് വരൂ. വെറും ഹാവ് സ്റ്റഡീഡ് നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ചെയ്തായിരുന്നോ? ഇല്ല അല്ലേ? ആ സെന്റൻസ് കംപ്ലീറ്റ് തെറ്റാണ്. അപ്പുറത്ത് മാത്രമല്ല ഇപ്പുറത്തും തെറ്റാണ്. ക്ലിയർ അല്ലേ കുഞ്ഞേ? മുങ്ങിയോ? അത് ആരായിരുന്നു ഡൗട്ട് ചോദിച്ചേ? പ്രീതിയായിരുന്നു. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇഫ് ഐ ഗോട്ട് എ ലോട്ട് ഓഫ് മണി ഐ ഡാഷ് ബൈ ആൻ എയറോപ്ലെയിൻ. ഒയ്യോ, നോക്കട്ടെ. എ, ബി, സി, ഡി. ഓക്കെ, ചിത്ര അടിച്ചിരിക്കുകയാണ്, എ അടിച്ചിരിക്കുകയാണ്. നോക്കാം ശരിയാണോ എന്ന്. ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുമെന്ന് നോക്കാം. ഓപ്ഷൻ യെസ്, ഗോട്ട് വന്നതുകൊണ്ട് V2 ഫോം ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ശരി ഉത്തരം ഓപ്ഷൻ എ തന്നെ. ഓക്കെ, പിന്നെയും ആ സാധനം വന്നിട്ടുണ്ട്. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദ എക്സാമിനേഷൻ. നമ്മളെ കൊണ്ട് ഈ ക്വസ്റ്റ്യൻ പോകത്തുള്ളൂ എന്ന് തോന്നുന്നു. ഒന്ന് നോക്കിയേ. ചിത്ര പിന്നെയും ആൻസർ അടിച്ചിരിക്കുകയാണ്. ശരിയാണോ എന്ന് നോക്കാം. ബാക്കിയുള്ളവര് തൊട്ട് പിന്നാലെ ഉണ്ടോ? ഉണ്ട്.
യെസ്. എന്തൊക്കെ മറന്നാൽ ഇനി ഈ ക്വസ്റ്റ്യൻ തെറ്റത്തില്ല. സ്റ്റഡീഡ് വന്നു അല്ലെ, വുഡ് പാസ് ആണ് എടുക്കേണ്ടത്. വെരി ഗുഡ്. ഓക്കെ, ഗുഡ്. ഇഫ് ഐ ഹാഡ് എ £1,000,000 ഞാൻ ഒരു എസ്റ്റേറ്റ് വാങ്ങിയേനെ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആൻസർ എഴുതുക. എ, ബി, സി, ഡി. ചിത്രയ്ക്ക് ആൻസർ തെറ്റിപ്പോയല്ലോ കുഞ്ഞേ. ബാക്കി എല്ലാവരും ഒക്കെ സേഫ് സോണിലൊക്കെ എഴുതുന്നുണ്ട്. ചിത്ര സ്പീഡ് കാണിച്ചിട്ട് ഒരു തെറ്റ് കാണിച്ചു. ഹാഡ് കണ്ട ഉടനെ ഓപ്ഷൻ ഡി എടുത്തു. വുഡ് ഹാവ് ബോട്ട്. വെറും ഹാഡ് മാത്രമാണ് അവിടെ വന്നത്. വെറും ഹാഡ് വന്നാൽ അത് V2 ആണ്. അപ്പോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ചിത്ര, അത് തെറ്റ് മനസ്സിലായോ? യെസ്, മനസ്സിലായി. കാരണം ഈ ഫാസ്റ്റ് പെട്ടെന്ന് ചെറുപറ ആൻസർ ചെയ്യണമെന്നുള്ള സ്പീഡിൽ ആള് നോക്കിയില്ല. ഹാഡ് കണ്ടു, വുഡ് ഹാവ് എടുത്തു. ഓക്കെ, ബാക്കിയുള്ളവർക്കും ആ തെറ്റ് മനസ്സിലായെങ്കിൽ 17ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ കറക്റ്റ് കണ്ടീഷൻ സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. BMW കാർ ബൈ കറക്റ്റ് ആണോ? ബോട്ട് വിൽ കോസ്റ്റ് ആണോ? യു ബൈ BMW വുഡ് ഹാവ് കോസ്റ്റ് ആണോ? ആഡ് ബോട്ട്. മൈ ഗോഡ്. ഓപ്ഷൻ എ, ബി, സി, ഡി കറക്കി കുത്തുക. ഈശ്വര. കറക്കി കുത്തേണ്ട ആവശ്യമില്ല. ടെക്നിക്ക് പഠിച്ചവന് ആൻസർ കിട്ടിയിട്ടുണ്ട്. 2-3 പേര് ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. കാരണം യെസ്, എല്ലാവരും കറക്റ്റ് ആക്കി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ബൈ V1 വന്നാൽ വുഡ് കോസ്റ്റ് വരില്ല. ബോട്ട് V2 വന്നാൽ വിൽ കോസ്റ്റ് വരില്ല. ബൈ വന്നു, വുഡ് ഹാവ് കോസ്റ്റ് വരത്തേ ഇല്ല. ഹാഡ് ബോട്ട്, ഹാഡ് പ്ലസ് V3 വന്നു എങ്കിൽ വുഡ് ഹാവ് കോസ്റ്റ് V3 തന്നെയാണ് അല്ലെ? കോസ്റ്റ് എന്നാണ് പറയുന്നത്. V1 V2 എല്ലാം അത് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ അപ്പൊ വലിയ ക്വസ്റ്റ്യൻസ് കിട്ടിയാലും നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഗോൾ അടിക്കുന്നുണ്ട്. ഇഫ് ഐ ഹാഡ് നോൺ യു വേർ ഇൻ ഹോസ്പിറ്റൽ, ഞാൻ എന്ത് ചെയ്തേനെ? ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് വന്നേനെ, ഫ്രൂട്ട്സ് വാങ്ങാതെ വന്നേനെ, ഫ്രൂട്ട്സുമായി വന്നേനെ, ഫ്രൂട്ട്സ് ഇല്ലാതെ. ഏതാണ് ശരി ഉത്തരം? ഓക്കെ, ഹാഡ് പ്ലസ് V3 ഉണ്ട്. നോൺ എന്ന് പറയുന്നത് നോ, V1 ന്യൂ, V2 നോൺ. തീർച്ചയായിട്ടും V3 പ്ലസ് ഹാഡ് ഉണ്ട്. ഓക്കെ, സെറ്റ് ആണ്. എങ്കിൽ വുഡ് ഹാവ് കം. കം എന്ന വാക്കിന്റെ V1 കം, കെയിം ആൻഡ് കം. തീർച്ചയായിട്ടും ഇത് V3 ആണ്, V2 ആണ്. പക്ഷെ ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഈ V1ഉം V3യും ഒക്കെ ഒരേപോലെയല്ലേ? കമ്മ് ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം? ഈ രണ്ടെണ്ണം കെയും ഓക്കെ V2 ആണെന്ന് അറിയാം. ആർക്കെങ്കിലും പറയാവോ? ഒരു ചോദ്യമാണ് നിങ്ങൾക്ക്. വുഡ് ഹാവ് കം. ചിത്രയുടെ ഒരു ബുദ്ധി ശരിയാണ്. ഹാവ് വരുമ്പോ V3 ആയിരിക്കും. പിന്നല്ല. യെസ്, അതെ. ഹാസോ, ഹാവോ, ഹാഡോ വന്നു കഴിഞ്ഞാൽ അവയ്ക്ക് ശേഷം എപ്പോഴും V3 ഫോം ആണ് ഉപയോഗിക്കുന്നത്. V3 ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം അത് ഹാസോ, ഹാവോ, ഹാഡോ കാണും. ഇപ്പൊ നമ്മൾ മറ്റേ കോസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ ഇവിടെ വുഡ് ഹാവ് കം. ഓക്കെ, ചിത്ര പറഞ്ഞത് ശരി തന്നെ. 19ാമത്തെ ചോദ്യം, ഇഫ് ഐ വെയർ എ CM ഐ ഡാഷ് സോൾവ് ഓൾ ദ പ്രോബ്ലംസ്. നമുക്ക് CM ആവുമ്പോൾ അറിയാം അല്ലേ? നമ്മളെ പ്രോബ്ലം സോൾവ് ചെയ്യൂ, അത് നാട്ടുകാരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. നോക്കട്ടെ, നിങ്ങളെ പ്രോബ്ലം ആണോ സോൾവ് ചെയ്യുന്നത്, അതോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആണോ സോൾവ് ചെയ്യുന്നത്? യെസ്, ഓക്കെ, ശരി ഉത്തരമാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഐ വുഡ് സോൾവ് ഓൾ ദ പ്രോബ്ലംസ്. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് അടിച്ചേ. ഇഫ് ഐ ന്യൂ ഹിസ് നെയിം ഐ ഡാഷ് ടെൽ യു. ഓക്കെ, അവിടെയും എ തന്നെയാണ് ഓപ്ഷൻ. കാരണം ന്യൂ അല്ലേ?
അത് V2 ഫോം ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വെരി ഗുഡ്, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. 21ാമത്തെ ചോദ്യം. ഇഫ് ഹി ഹാഡ് ആസ്ക്ഡ് മീ ഐ ഡാഷ്. ഓക്കെ, A, B and C and D. എല്ലാവരും സി ഉത്തരമാണ് അടിച്ചത്. കാരണം ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ വുഡ് ഹാവ് ഹെൽപ്ഡ് ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, ഗുഡ്. ഇഫ് യു വർക്ക് ഹാർഡ് യു ഡാഷ്. Yeah. A, B, C, D, C. If you work hard, you will win. അല്ലേ? Yes. നോക്കാം. If you dash me, I would give the best chance in your life. You asked, hard asked, told. ചിത്ര എന്തായാലും വുഡ് ഗിവ് വരണമെങ്കിൽ ഇവിടെ V2 വരണമല്ലോ. A, B, C, D. യെസ്, സി തന്നെയാണ് എല്ലാവരും ടൈപ്പ് ചെയ്തത്. ആസ്ക്ഡ് വന്നതുകൊണ്ടാണ് വുഡ് ഗിവ്. ഓക്കെ, കറക്റ്റ് സെന്റൻസ്. ഇവനാണ് നമുക്ക് പണി തരുന്നത്. A, B, C, D. ഐ വുഡ് പേ യു ഇഫ് ഐ വാസ് യു. അതിലെന്തോ തെറ്റുണ്ട്. അതിലെ കറക്റ്റ് സെന്റൻസ് ഏതാണ്? ഐ ആം യു, ഐ വെയർ യു, ഇഫ് ഐ വുഡ് പെയ്ഡ് അപ്പ്, ഇഫ് ഐ വെയർ യു, ആർ യു ഒക്കെ ഉണ്ട്. കൊള്ളാം, നല്ല ക്വസ്റ്റ്യൻ. പണി തരുന്ന ചോദ്യമാണ്, ആലോചിച്ച് എഴുതുക. ആദ്യത്തത് ക്വസ്റ്റ്യനെ തെറ്റി തന്നിരിക്കുകയാണ്. അതിന്റെ ശരി ഏതെന്നാണ് ബാക്കിയുള്ള 4 ഓപ്ഷനിലുള്ളത് കണ്ടെത്തേണ്ടത്. ആ പക്ഷിയുടെ ക്വസ്റ്റ്യൻ പോലത്തെ ഒരു കൊച്ചു ക്വസ്റ്റ്യൻ. നിനക്ക് പകരം ഞാനായിരുന്നെങ്കിൽ, യാ കിട്ടി. ഐ വെയർ യു, ഇഫ് ഐ വെയർ യു ഐ വുഡ് പേ. അല്ലേ? ഓക്കെ, യെസ്, ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. കാരണം വാസ്, നമ്മൾ സാധാരണ ടെൻസ് പഠിക്കുമ്പോൾ ഐയുടെ കൂടെ എപ്പോഴും വാസ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇഫ് ക്ലോസിലെ മാത്രം പ്രത്യേകതയാണ് ഐയുടെ കൂടെ എന്ത് നമ്മൾ ഉപയോഗിക്കും, വേർ വരുന്നത്. അതുപോലെ ഐ വിഷ്, ഐ വെയർ. ഓക്കെ, ഈ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇഫ് ക്ലോസിലും ഐ വിഷ്, ഐ വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി എല്ലാ സ്ഥലത്തും പാസ്റ്റ് ടെൻസിൽ എപ്പോഴും ഐ എന്താണ്? യെസ്, സിംഗുലർ ആണ് കേട്ടോ, സിംഗുലർ ആണ്. അതുകൊണ്ട് ടെൻസ് ഒക്കെ പറയുമ്പോൾ ഐ വാസ് എ സ്റ്റുഡൻറ്, ഞാനൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആയിരുന്നു, ഐ വാസ് ആണ് പറയുന്നത്. ഇഫ് ക്ലോസിൽ മാത്രമാണ് ആരെ വേർ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളത്. എന്നാൽ ഐയുടെ മറ്റൊരു പ്രത്യേകത, ഐ പ്രസന്റ് ടെൻസിൽ അത് പ്ലൂറൽ ആണ്. ഈ ഐക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഐ ഹാവ് എ കാർ എന്നേ പറയത്തുള്ളൂ, ഐ ഹാസ് എ കാർ എന്ന് പറയത്തില്ല. ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ വരരുത്. ഐ വേറെ വരുന്നത് ഇഫ് ക്ലോസിൽ മാത്രമാണ്. 25ാമത്തെ ചോദ്യം. ഇഫ് യു ഗോ നൗ യു ഡാഷ് ദ ട്രെയിൻ. ഇപ്പൊ പോയ ട്രെയിൻ കിട്ടും. ഓക്കെ, എ, ബി, സി, ഡി എല്ലാവരും ഓപ്ഷൻ ബി ആണെന്ന് പറയുന്നു. ശരി ഉത്തരമാണ്. ഓക്കെ, ഗുഡ്. കാരണം ഗോ എന്ന് പറയുമ്പോൾ അത് V1 ആണ്. 1 വന്നു കഴിഞ്ഞാൽ വിൽ പ്ലസ് ഗെറ്റ് ആണ്. സോ ആൻസർ. ഓക്കെ, ഗുഡ്. ഇഫ് യു വർക്ക് ഹാർഡ് യു ഡാഷ്. ഇത് നമ്മൾ ഇവിടെ ചെയ്തതാണല്ലോ. പിന്നെയും റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ. പ്രീവിയസ് റിപ്പീറ്റ് വരും. ഓക്കെ, അങ്ങനെ തന്നതായിരിക്കാം. കണ്ണടച്ച ആൻസർ എഴുതിക്കോളൂ. ബി. വെരി ഗുഡ്. ഓക്കെ, ബി. വിൽ സക്സീഡ്. കണ്ണ് തുറന്ന അടുത്ത ചോദ്യം എഴുതിക്കോളൂ. യുവർ ബോസ് വുഡ് കൺസിഡർ യു ഇഫ്. നിന്നെ ബോസ് നല്ല രീതിക്ക് പെരുമാറിയനെ എപ്പോ, നീ എന്തായിരുന്നെങ്കിൽ. പ്രീതിയാണ് ആദ്യത്തെ ആൻസർ അടിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഒക്കെ 2 പ്രീത, പ്രീതി, ജയലക്ഷ്മി, ചിത്രയും ആൻസർ ചെയ്തു. കറക്റ്റ് ആണ്.
കാരണം ഓപ്ഷൻ എ ആണ്. വെയർ പഞ്ച്വൽ വരുമ്പോഴാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? വുഡ് കൺസിഡർ എടുക്കുന്നത്. ഓക്കെ, ഗുഡ്. 28ാമത്തെ ചോദ്യം ഒന്ന് ചെയ്തേ. ഇഫ് ഹി ഹാഡ് ബീൻ ബെറ്റർ എഡ്യൂക്കേറ്റഡ് ഹി ഡാഷ് ബിക്കം എ ഗ്രേറ്റ് മാൻ. ഓ, അവനെ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ. പിന്നെ പഠിപ്പിക്കണം, ഒരാൾക്ക് പഠിക്കണം എന്തെങ്കിലും ആവണമെങ്കിൽ. പഠിപ്പിക്കേണ്ട കാര്യം ഒരാളല്ലേ തീരുമാനിക്കുന്നത്. വില്ല് വുഡ് ഹാവ് ബീൻ. ബി അല്ലെങ്കിൽ അല്ല, സി അല്ലെങ്കിൽ ഡി ആണ്. ഇത് ആരെ എഴുതും? എല്ലാരും വെയിറ്റ് ചെയ്തിട്ട് ആൻസർ എഴുതാനുള്ള ശ്രമത്തിലാണ്. ജയലക്ഷ്മി ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ടി വരും. ചിത്രയും ആ വഴിക്ക് പോയിരിക്കുകയാണ്. ബാക്കി ആരും തന്നെ ആൻസർ എഴുതുന്നില്ല. ഓക്കെ, പ്രീതയും സൗമ്യ തെറ്റിച്ചു. അതായത് ഈ ഹാഡ് ബീൻ എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് ബീൻ ബെറ്റർ എഡ്യൂക്കേറ്റഡ്. ഓക്കെ, ചില സ്ഥലങ്ങളിൽ എന്ത് വരണം? ഹാഡ് ബീൻ വരണം. ഹാഡ് പ്ലസ് V3 വന്നിട്ടുണ്ട്. എപ്പോഴാ വരുന്നത്? വുഡ് ഹാവ് പ്ലസ് V3 വരുമ്പോൾ. ഇപ്പം ബിക്കം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ബിക്കം, ബിക്കെയിം ആൻഡ് ബിക്കം V3 തന്നെ. അപ്പൊ അതിന് മുന്നേ ഹാവ് അങ്ങ് ചേർത്താൽ മതി. ഹാവ് പ്ലസ് V3. ഇവിടെ ആൻസർ വുഡ് ഹാവ് ബിക്കം എ ഗ്രേറ്റ് മാൻ. വുഡ് ഹാവ് ബീൻ ബിക്കം എന്ന് നമ്മൾ പറയത്തില്ല. അതിവിടെ ഒരു ബെറ്റർ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് വന്നതുകൊണ്ടാണ് ആര് ചേർക്കേണ്ടി വന്നത്? ഹാഡ് പ്ലസ് V3 ചേർത്തത് അല്ലേ? അവനെ കുറച്ചും കൂടെ നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുത്തിരുന്നെങ്കിൽ അവൻ കുറച്ചും കൂടെ നല്ലൊരാളായേനെ. വുഡ് ഹാവ് ബിക്കം എ ഗ്രേറ്റ് മാൻ. അപ്പുറത്ത് ബീൻ കാണുമ്പോൾ ഇപ്പുറത്തും ബീൻ എടുക്കരുതേ. ഇഫ് ക്ലാസ്സിൽ നിങ്ങളെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരണ്ട. പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ബീൻ എടുക്കുന്നത് എവിടെയെന്ന് അറിയത്തില്ല. ഓക്കെ, ക്ലിയർ ആയോ? ആ 28ാമത്തെ ചോദ്യം ക്ലിയർ ആണോ? ഇതുപോലത്തെ 1-2 ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് സെറ്റ് ആവും, പഠിക്കണ്ട. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് വിത്ത് സ്യൂട്ടബിൾ ഫോം ഓഫ് വെർബ് ഇൻ ബ്രാക്കറ്റ്. ഓ, അങ്ങനെയൊന്നും പേടിക്കണ്ട, അതൊന്നും വായിച്ച്. ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ ഡാഷ്. നോക്കട്ടെ, തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ്റെ ഹാങ് ഓവർ മാറിയോ ഇല്ലേന്ന് ഇപ്പം അറിയാം. ഹാങ് ഓവർ മാറി, ശരി ഉത്തരം കണ്ടെത്തി. ഹാഡ് ടോൾഡ് വന്നു കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് V3 എങ്കിൽ വുഡ് ഹാവ് ഹെൽപ്ഡ്. നമ്മളെടുത്താണ് കളി അല്ലേ. അടുത്ത ചോദ്യം, ഇഫ് യു ഹാഡ് ബീൻ മോർ പൊളൈറ്റ്. അടിപൊളി, ദേ വന്നിട്ടുണ്ട് ബീൻ മോർ. കണ്ടോ, ഇവിടെ ഈ മോർ അല്ലെങ്കിൽ മച്ച് ഒക്കെ വരുമ്പോഴാണ് ബീൻ കയറി വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അവിടെയാണ് ബീൻ അല്ലേ, കാരണം അതിനുശേഷം V3 ഇല്ല, അതുകൊണ്ട് ഹാഡ് ബീൻ വന്നു. ഹാഡ് പ്ലസ് V3 ആണ് കേട്ടോ. ബീൻ എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഹാഡ് പ്ലസ് V3 ഫോം ആണ് ബീൻ എന്ന് പറയുന്നത്, കാരണം അതിനുശേഷം വേറെ സംഗതി ഇല്ലല്ലോ, വെർബില്ല. ഓക്കെ, ഇപ്പൊ ഇനി ആൻസർ സുഖമായിട്ട് എടുക്കാം. ഹി വുഡ് ഹാവ് എഗ്രീഡ് ആണോ അതോ ഹി കുഡ് എഗ്രി ആണോ? ഹി വുഡ് എഗ്രി ആണോ? ഹി ഹാസ് എഗ്രീഡ് ആണോ? ഓ, ഇതിൽ വേറെ ഡൗട്ട് ഒന്നും വേണ്ട. ആൻസർ നിങ്ങൾ ടൈപ്പ് ചെയ്തെന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ല. ഞാൻ പറയട്ടെ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, നിങ്ങളൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇത് എഴുതിയ സമയത്ത് നിങ്ങൾ ആൻസർ പറഞ്ഞു പോയിട്ടുണ്ടാവും. അത് ക്ലിയർ അല്ലേ? ഓപ്ഷൻ എ തന്നെയാണോ നിങ്ങൾ ടൈപ്പ് ചെയ്തിരുന്നത്? അതെ 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 അതെ. നിങ്ങൾ ഞാൻ അവിടെ നോക്കിയിട്ട് ഇവിടെ നോക്കുമ്പോൾ തന്നെ ടപ്പൻ ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. പക്ഷേ കൺഫ്യൂഷൻ ഒന്നും അടിച്ച് തെറ്റിക്കളയരുത്. ചിത്ര ആണ് ഒരു പ്രാവശ്യം ഫാസ്റ്റ് ആയിട്ട് ചെയ്തത്, പിന്നെ ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹി വുഡ് ഗെറ്റ് ദ ജോബ് ഇഫ്. സെക്കൻഡ് പാർട്ട് തന്നിട്ടുണ്ട്. വുഡ് പ്ലസ് V1 വരുന്നുണ്ട്. എപ്പോൾ എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ വുഡ് പ്ലസ് V1 വരുന്നതിന് മുന്നേ ആര് വന്നാൽ, യെസ് എല്ലാവരും ടൈപ്പ് ചെയ്യുന്നുണ്ട്, V2 വരുമ്പോഴാണ് നമ്മൾ വുഡ് പ്ലസ് V1 എടുക്കുന്നത്. ഇവിടെ ട്രൈഡ്. ഓക്കെ, ഗുഡ്. ഹാഡ് ട്രൈഡ് എടുക്കത്തില്ല. 32ാമത്തത് ഒന്ന് ആൻസർ ചെയ്തേ. ഇഫ് യു ഹാഡ് വെയിറ്റഡ് മീ ഐ കുഡ് ഡാഷ്. ഓക്കെ, പ്രീതി ആൻസർ ചെയ്തു.
ഹാവ് ജോയിൻഡ് അല്ലേ, ഹാവ് കുഡ് ഹാവ് ജോയിൻഡ്. എന്നെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ കൂടെ ജോയിൻ ചെയ്തായിരുന്നു. 33ാമത്തെ യെസ്, എല്ലാവരും ആൻസർ ചെയ്തു. ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ. ഗുഡ്. ഷീ ഡാഷ് സക്സീഡഡ് ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ്. ഓ, ഇത് പിന്നെ തിരിച്ച് വേറൊരു രീതിയിലൊക്കെ വന്നിരിക്കുകയാണ്. ഹാഡ് പ്ലസ് V3 ഉണ്ട് എങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കണം? അതെ, വുഡ് ഹാവ്. ഷീ വുഡ് ഹാവ് സക്സീഡഡ് ഇഫ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ്. മറിച്ചും തിരിച്ചും ഒക്കെ ചോദിക്കും അല്ലെ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഗുഡ്. ഇഫ് യു ഹാഡ് ഓർഡേർഡ് ഇറ്റ് ഐ ഡാഷ് ഇറ്റ്. ഓ, ഇഫ് യു ഹാഡ് ഓർഡേർഡ് ഇറ്റ് ഐ ഡാഷ് ഇറ്റ്. A, B, C, D. യെസ്, ചിത്ര ആൻസർ ചെയ്തു. ഗുഡ്. 2 എണ്ണം ഉണ്ട്, ശ്രദ്ധിച്ച് ചെയ്യുക. ഒന്ന് എഗ്രീഡ് ഉണ്ട്, ഒന്ന് അല്ല അറേഞ്ച്ഡ് ഉണ്ട്, അറേഞ്ച് ഉണ്ട്. അറേഞ്ച് അല്ല, ഓപ്ഷൻ സി ആണ് വരേണ്ടത്. ഇഫ് യു ഹാഡ് ഓർഡേർഡ് ഇറ്റ് ഐ ഡാഷ് ഇറ്റ്, ഐ വുഡ് ഹാവ് അറേഞ്ച്ഡ് ഇറ്റ്. വെരി ഗുഡ്. 35ാമത്തത് ഇഫ് മൈ ഫാദർ വെയർ ദെയർ. ഓ, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ ഇല്ല അല്ലേ. സി വുഡ് ഹാവ് ഹെൽപ്ഡ്. ശരി ഉത്തരമാണ്. ഓക്കെ, ഗുഡ്. ഇഫ് ഐ ഹാഡ് ടൈം ഐ ഡാഷ് ദ എക്സിബിഷൻ. എക്സിബിഷൻ കണ്ടേനെ. 36ാമത്തെ ക്വസ്റ്റ്യൻ ABCD. പ്രീത ആൻസർ ചെയ്തു. ഓക്കെ, ജയലക്ഷ്മി, പ്രീതി. ഓഹോ, ഇതില് ആൻസർ ചെയ്യാത്ത കുറച്ച് ടീംസ് ഉണ്ടല്ലോ. ചിത്ര ആൻസർ ചെയ്തു. അരുൺ ഇപ്പൊ ആൻസർ ചെയ്യുന്നില്ല. സഹിന ആൻസർ ചെയ്യുന്നില്ല. അവരൊക്കെ അവരുടെ നോട്ട്ബുക്കിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടുത്തെ ആൻസർ ഹാഡ് വന്നു, പക്ഷേ V3 ഇല്ല. അപ്പൊ അത് V2 ഫോം ആണെന്ന് മനസ്സിലാക്കുകയും ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരവെന്നും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും. ശരി ഉത്തരമാണ് ഷുഡ് വിസിറ്റ് ദ എക്സിബിഷൻ അല്ലേ. ഓക്കെ, ഇഫ് ഐ ഹാഡ് ടൈം ഐ ഷുഡ് വിസിറ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ പറയൂ. ഐ ഷുഡ് വിസിറ്റ്. ഐ വുഡ് വിസിറ്റ് ആയിരുന്നു കുറെ കൂടെ ആപ്റ്റ്. ഇഫ് ഇറ്റ് റെയിൻസ് വി ഡാഷ് ദ ഗെയിം. ഓക്കെ, മഴ പെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? പോസ്റ്റ്പോൺ ചെയ്യും. ഷാൽ പോസ്റ്റ്പോൺ. ഓക്കെ, ബി. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. ഇഫ് യു ഹാഡ് ഗോൺ ദെയർ യു ഡാഷ് ക്ലിയർ ദ പിക്ചർ ഓഫ് ദ ഇൻസിഡന്റ്. നിനക്കൊരു കറക്റ്റ് ചിത്രം കിട്ടിയേനെ അല്ലേ. അവിടെ പോയാലേ നമുക്ക് അതിന്റെ ഒരു യെസ്. ഹാഡ് ഗോൺ വന്നു കഴിഞ്ഞാൽ ഷുഡ് ഹാവ് ഗോട്ട്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഹാഡ് പ്ലസ് V3 ആണ്. തേർഡ് കണ്ടീഷൻ വരുന്നുണ്ട് ഷുഡ് ഹാവ് ഗോട്ട്. ഓക്കെ, എല്ലാവരും ശരി ഉത്തരം എഴുതി. 40ാമത്തെ ചോദ്യം. ഡാഷ് ഐ ഡാഷ് അക്സെപ്റ്റ് ഇഫ് ദേ ഇൻവൈറ്റ് മീ. V1 സിമ്പിൾ. V1 വന്നാൽ ഡാഷ് അക്സെപ്റ്റ്. ഓപ്ഷൻ ABCD ശരി ഉത്തരമാണ്. അവിടെ നമ്മൾ എന്ത് എഴുതും? ബി എഴുതും അല്ലേ. ഐ വിൽ അക്സെപ്റ്റ് ഇഫ് ദേ ഇൻവൈറ്റ് മീ ടു ദ പാർട്ടി. ആ ക്വസ്റ്റ്യൻ ഒക്കെ തിരിച്ചു വരുക അല്ലേ. ഐ ഡാഷ് ദ ജോബ് ഇഫ് യു ഹാഡ് പെയ്ഡ് മീ ഇനഫ്. ഇഫ് യു ഹാഡ് പെയ്ഡ്. യെസ്, ABCD. ഓപ്ഷൻ സി തന്നെയാണ് ശരി ഉത്തരം. ഐ വുഡ് ഹാവ് ഡൺ ആണ് ശരി ഉത്തരം അല്ലേ. ദ ജോബ് ഇഫ് യു ഹാഡ് പെയ്ഡ് മീ ഇനഫ്. ഓക്കെ, ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ അല്ലേ. തൊട്ട് മുന്നേ 41ഉം 40ഉം ഒക്കെ ശരി ഉത്തരമാണ്. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ചത്. വില്ല് അത് ചെയ്യണ്ട. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഇതൊക്കെ സെയിം തന്നെ. 42 ചെയ്യണ്ട, ഇതൊട്ട് മുന്നേ ചെയ്തതാ. 43 കുഞ്ഞുങ്ങളെ, 43 ഒന്ന് ചെയ്തേ. ഇഫ് ഷീ ഡാഷ് ഹിസ് ടൈം ഹി വുഡ് ഹാവ് പാസ്റ്റ്. അവൻ സമയം വേസ്റ്റ് ആക്കിയിരുന്നില്ലെങ്കിൽ, ശ്രദ്ധിച്ച് ചെയ്യണേ, വേസ്റ്റ് ആക്കിയിരുന്നില്ലെങ്കിൽ അവൻ പാസ്സായേനെ എന്നുള്ള ഉത്തരം കിട്ടണം എനിക്ക്. യെസ് പ്രീതി, ശരി ഉത്തരമാണ്. ഹാഡ് വേണം, പക്ഷെ ഹാഡിന്റെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് അല്ലേ. ഇഫ് ഹി ഹാഡിന്റ് വേസ്റ്റഡ് ദ ടൈം ഹി വുഡ് ഹാവ് പാസ്റ്റ്. കാരണം ഈ ഹാഡ് വേസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് എടുത്തു കഴിഞ്ഞാൽ തെറ്റാ. കാരണം എന്താ, അവൻ വേസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവൻ പരീക്ഷ പാസ്സായതിന് നടക്കത്തില്ല. അടുത്ത 44 ചെയ്തേ. ഐ വിൽ ഫോൺ യു ഇഫ്. സൂപ്പർ ചോദ്യം. കുറച്ച് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും കൂടെ നോക്കി പോകാം. ശരി ഉത്തരം എനിക്ക് സമയമുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി അല്ലേ. ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ ഫോൺ യു. ഓക്കെ, വെരി ഗുഡ്. 45 ഒന്ന് ചെയ്തേ. ഇഫ് മൈ മദർ ഹാഡ് നോട്ട് ഗ്രാബ്ഡ് മൈ ആം. ഓപ്ഷൻ എ, ബി, സി, ഡി. എന്റെ കൈകളൊന്ന് മുറുക്കെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അല്ലേ ആ റിഞ്ചർ സാഹിബ് തട്ടിക്കൊണ്ട് പോയേനെ. ഓക്കെ, ശരി ഉത്തരമാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഗുഡ് അല്ലേ. മൈറ്റ് ഹാവ് സ്ലിപ്പഡ് അല്ലേ. റേഞ്ചർ സാഹിബിന്റെ കൈകളിലൊക്കെ സ്ലിപ്പഡ് ആയതിനെ മദർ എന്ത് ചെയ്തു? യെസ്, മുറുക്കി പിടിച്ചിരുന്നു. ഓക്കെ, സെറ്റാണ്. നിങ്ങൾ അടിപൊളിയായിട്ടൊക്കെ എഴുതുന്നുണ്ട്. ഓക്കെ. ഇഫ് ഇറ്റ് ഡാഷ് ഐ ഷാൽ നോട്ട് ഗോ ഔട്ട്. ഓ ഷാൽ നോട്ട് ഗോ. ഇഫ് ഇറ്റ് എ അല്ലെങ്കിൽ ഡി, ബി യു സി യു അല്ലെന്ന് തോന്നുന്നു. യെസ് ചിത്ര, റൈറ്റ് ആൻസർ. ഇഫ് ഇറ്റ് റെയിൻസ് ആണ് അല്ലേ. ബി, സി, ഡി ഓപ്ഷൻ. ഇഫ് ഇറ്റ് റെയിൻസ് വി ഷാൽ നോട്ട് ഗോ ഔട്ട്. നമ്മളിപ്പം മഴ പെയ്യാൻ വേണ്ടി കാത്തിരിക്കുക അല്ലേ പുറത്തിറങ്ങാനായിട്ട്. ഇപ്പൊ പല ആൾക്കാരും പുറത്തിറങ്ങുന്നില്ല എന്നാ. ഇന്ന് ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ പോയിട്ട് ഒരു ഷോപ്പിൽ വന്നപ്പോൾ ഫ്രൂട്ട്സ് കടയിൽ ആരും ഇല്ല, ആരും പുറത്തിറങ്ങുന്നില്ല, ബിസിനസ് ഒന്നുമില്ല. പോട്ടെ, എത്രയും വേഗം മഴയൊക്കെ വരട്ടെ, പാവപ്പെട്ടവരുടെ ബിസിനസ് ഒക്കെ നടക്കട്ടെ. ഇഫ് ഐ ഹാഡ് വൺ ദ ലോട്ടറി എങ്കിൽ പിന്നെ ഈ പഠിത്തമൊക്കെ നിർത്തിയിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്നേനെ അല്ലേ. നമ്മളിപ്പം ചൂടൊക്കെ കൊണ്ട് നടക്കുന്ന എന്താ, ലോട്ടറി അടിച്ചിട്ടില്ല. ഇഫ് ഐ ഹാഡ് വൺ ദ ലോട്ടറി. നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു. സി ഉത്തരം ശരിയാണ്. ഞാൻ മില്യണയർ ആയേനെ അല്ലേ. യെസ്, ഐ വുഡ് ഹാവ് ബിക്കം ദ എ മില്യണയർ. വെരി ഗുഡ്. ഈ മില്യണയർ പറഞ്ഞപ്പോ മില്ലേനിയമിന്റെ സ്പെല്ലിംഗ് ഒന്ന് ഞാൻ പറയാം, നിങ്ങൾ ഇനിയിപ്പോ ടൈപ്പ് ചെയ്യണ്ട. മില്ലേനിയം അല്ലേ, ഇതാണ്. കഴിഞ്ഞ ക്ലാസ്സിലാണോ ഞാൻ കുറച്ച് സ്പെല്ലിംഗ് തന്നിരുന്നത് പഠിക്കാനായിട്ട്? നിങ്ങൾക്ക് തന്നോ? നിങ്ങൾക്കല്ലേ തന്നത്? ഇല്ല അല്ലേ? തന്നു. ഓഹോ, ഞാൻ എന്നിട്ട് ക്വസ്റ്റ്യൻസ് തരാന്ന് പറഞ്ഞിരുന്നു അല്ലേ. ചിത്രമിണ്ടിയില്ല. ഓക്കെ. 48ാമത്തെ ചോദ്യം ഒന്ന് ചെയ്തേ. ഇഫ് ദ സുനാമി ഹാഡ് ബീൻ ഇൻഫോംഡ് ഏർലിയർ. സുനാമി ഹാഡ് ബീൻ ഇൻഫോംഡ്. എ, ബി, സി, ഡി. ഡി അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഗുഡ്. ഓപ്ഷൻ ഡി തന്നെയാണ്. ഇവിടെ നമുക്ക് കണ്ടോ, ഇവിടത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളണേ. ഇഫ് ദ സുനാമി ഹാഡ് ഇൻഫോംഡ് വരാതെ ഈ ഒരു കാര്യത്തിൽ ബീൻ വരാനുള്ള കാരണം, അതായത് സുനാമിയെ കുറിച്ച് നമുക്കൊരു ഇൻഫോർമേഷൻ തന്നിരുന്നെങ്കിൽ ഒത്തിരി ആൾക്കാർ രക്ഷപ്പെട്ടേനെ. ഇപ്പൊ ഈ ഹാഡ് ഇല്ലെങ്കിൽ എങ്ങനെ വരും എന്നറിയാമോ? ഇഫ് ദ സുനാമി ഹാഡ് ഇൻഫോംഡ് എന്ന് വന്നെന്ന് വെച്ചോ, ഇതിന്റെ അർത്ഥം സുനാമി നമുക്കൊരു അറിയിപ്പ് തന്നിരുന്നെങ്കിൽ, സുനാമി വന്ന് ഓരോ വീട്ടിലും പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളുടെ അടുത്ത് സുനാമി എന്ന് പറയും, ഹോയ് ഞാൻ വരുന്നുണ്ടേ എന്ന് പറഞ്ഞെങ്കിൽ, അതുകൊണ്ടാണ് അവിടെയാണ് ബീന്റെ ഒരു ഉപയോഗം വന്നിരിക്കുന്നത്. ഇഫ് സുനാമി ഹാഡ് ബീൻ,
സുനാമിയെ കുറിച്ച് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയേനെ. ഓക്കെ, ആൻസർ ഒക്കെ കറക്റ്റ് ആയി. ഓക്കെ, സെറ്റ്. ലാസ്റ്റ് 2 ചോദ്യവും കൂടെ ചെയ്യാം. ഇഫ് ഐ ഫൈൻഡ് യുവർ പാസ്പോർട്ട് ഐ ഡാഷ് ഇറ്റ് ടു യു. ഇഫ് ഐ ഫൈൻഡ് യുവർ പാസ്പോർട്ട് V1 ആണ് എങ്കിൽ അവിടെ എന്ത് ചേർക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. I will send option A, B, C, D. Yes, option C തന്നെ. I will send it to you. Okay. If you make a promise, you dash. നോക്കട്ടെ, ഇത് എത്ര പേര് ഞാൻ പറയാതെ ആൻസർ എഴുതും നോക്കാം. ഒരാൾ പ്രോമിസ് ചെയ്താൽ അതെന്ത് ചെയ്യണം? മസ്റ്റ് കീപ്പാണ് ഇവിടുത്തെ ആൻസർ. ആരും തന്നെ ഒന്നും പറയുന്നില്ല. അതെന്നാ പറ്റി? യെസ്, നിങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ 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 ഓക്കെ, മസ്റ്റ് കീപ്പ്. ഓക്കെ, നമ്മളപ്പോ 50ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇതിനകത്ത് ഈ അൺലെസ് എന്നൊരു സംഗതി ഉണ്ട്. അൺലെസ് യു സ്റ്റഡി വെൽ യു ഡാഷ് പാസ് ദ എക്സാം. ഓപ്ഷൻസ് തരാം. വിൽ ആണോ, വോണ്ട് അല്ല വുഡ് ആണോ, വോണ്ട് ആണോ, വുഡിൻ്റ് ആണോ? നമുക്ക് ആ ഒരു മോഡലും കൂടെ ഒന്ന് പഠിച്ച് നിർത്താം. അൺലെസ് യു സ്റ്റഡി വെൽ യു ഡാഷ് പാസ് ദ എക്സാം. ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ഓപ്ഷൻ സി ചിത്ര കമന്റ് ചെയ്തിരിക്കുന്നു. അൺലെസ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് മോഡൽ ഓക്സിലറി ആയിട്ടുള്ള വോണ്ട് ആണ് എടുക്കേണ്ടത്. ഇവിടെ സി ആണ് ശരി ഉത്തരം. ഓക്കെ, എല്ലാവരും അത് പഠിച്ച സ്ഥിതിക്ക് ഒന്നും കൂടെ സെയിം ഓപ്ഷൻസ്. അൺലെസ് യു സ്റ്റഡീഡ് വെൽ യു ഡാഷ് പാസ് ദ എക്സാം. ഇവിടെയാണെങ്കിലോ വുഡിൻ്റ് ആണോ, വോണ്ട് ആണോ? സ്റ്റഡീഡ് വന്നു. യെസ്, ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി ആയിട്ടുള്ള വുഡിൻ്റ് ആണ്. അപ്പൊ അത് ശ്രദ്ധിച്ചോളേ, നെഗറ്റീവ് വരുന്നത് എപ്പോഴായിരിക്കണം? അൺലെസ് വരുമ്പോഴാണ്. ഓക്കെ, അത് ഇല്ലായിരുന്നു. അപ്പൊ അതും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് അൺലെസ്സും കൂടെ പഠിച്ചു. ബാക്കി ഒത്തിരി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ശരി, ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ. ഡൗട്ട് ഒന്നുമില്ല? ഇല്ല. ഓക്കെ, അപ്പോ നമുക്ക് ഗുഡ് നൈറ്റ് അടിച്ചാലോ? ശരി, ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി, സൂപ്പറായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ. സഹീന ഉണ്ടോ ക്ലാസ്സിലെ?
അത് ഓൺ ചെയ്ത് വെച്ചിട്ട് പോയതാ അല്ലേ? ഹലോ സാറേ, ഷാഫി സാറുണ്ടോ? ഇല്ല. ഷാഫി സാറില്ല. സഹീന, ഇതൊക്കെ വെറുതെ ഓൺ ചെയ്ത് വെച്ചിട്ട് പോയേക്കാണ്. ഒരു റിപ്ലൈ ഇല്ല. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്.